പോളിംഗ് ദിനത്തിൽ 215 ബൂത്തുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൽ 153 ബൂത്തിൽ പോയിട്ടുണ്ട്. ആ 153 ബൂത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വോട്ട് ചെയ്യാൻ ക്യൂ വെക്കുന്നവരും വോട്ട് ചെയ്തവരും ഒക്കെ കണ്ണുകൾ കൊണ്ട് നൽകുന്ന സന്ദേശമുണ്ട്. അതൊരു എക്സിറ്റ് പോളാണ്. എന്നെപ്പോലെ ഒരു സാമൂഹിക പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അതൊരു എക്സിറ്റ് പോളാണ്. ആ എക്സിറ്റ് പോളിൽ കണ്ണുകൾ കൊണ്ടുള്ള സന്ദേശം, ഈ കണ്ണുകൾ കൊണ്ടുള്ള സന്ദേശം എന്ന് പറയുമ്പോൾ അതെന്താ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? കാരണം നമ്മളെ കാണുന്ന സമയത്ത് കണ്ണിലൊരു പ്രതീക്ഷയും ഒരു ഫ്രണ്ട്ലി, നമ്മളിപ്പോൾ ഒരു 153 ബൂത്തിൽ ഓടിയെത്തി, ഒരു നിമിഷം വെക്കാതെ കൃത്യമായി ടൈം ടേബിൾ ഇട്ട് ടൈം ചാർട്ട് ചെയ്ത് എല്ലാ ബൂത്തിലും എത്തി. 155 മണിയാകുമ്പോൾ ആ പോക്ക് നിർത്തി. അവസാനത്തെ 1 മണിക്കൂർ പിന്നെ ഓഫീസിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പോക്ക് ഒരു നിമിഷവും ഇല്ലാതെ പോക്ക്, ഭക്ഷണം പോലും കഴിച്ചത് എങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ക്യൂവിൽ നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഇവരൊക്കെ തന്നെ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഒരു എക്സിറ്റ് പോളാണ്. കണ്ണുകളിൽ ഒരു തിളക്കുണ്ട് നമ്മൾ കാണുമ്പോൾ. ശ്രീ മുഹമ്മദ് റിയാസ്, താങ്കളെ പറ്റിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ വെഞ്ഞാറമ്മൂട് സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു സിനിമയെ കാണിക്കുന്ന ഒരു മിമിയുണ്ട്. നേരെ അങ്ങയുടെ പറയും ഓ എന്നൊക്കെ പറയും, അങ്ങ് പോയി കഴിച്ചാൽ ശരിയാക്കി തരാം എന്ന മട്ടിൽ ഒരു ചിരി ഉണ്ടെങ്കിലോ? അങ്ങനെ വഞ്ചിക്കുന്നവരല്ല ജനങ്ങള്. സിനിമയിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ വഞ്ചിക്കുന്നവരല്ല ജനങ്ങൾ. ഇത് നമ്മളോട് പറഞ്ഞതല്ലല്ലോ. ബോഡി ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 5 കൊല്ലം ഒരു പ്രദേശത്തെ MLA ആയിട്ട് അവിടുത്തെ ജനങ്ങളുടെ ബോഡി ലാംഗ്വേജ് നൽകുന്ന സന്ദേശം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ MLA ഒരു പരാജയമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ആ ബോഡി ലാംഗ്വേജ് നൽകുന്ന സന്ദേശമാണ് എൻ്റെ എക്സിറ്റ് പോൾ. എൻ്റെ എക്സിറ്റ് പോൾ അതാണ്. സൂപ്പർ. ജനങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്. അതിൽ ഞാൻ അപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു.